വിവാഹം കഴിഞ്ഞ നാള് തൊട്ടേ ഇങ്ങനെ ഗാർഹിക പീഡനം സതീശിൽ നിന്ന് സ്ഥിരമായി ഉണ്ടായിരുന്നു. കുട്ടിയുടെ 17ാമത്തെ വയസ്സിലാണ് സതീഷുമായുള്ള വിവാഹം ഉറപ്പിക്കുകയും നിശ്ചയമടക്കം നടത്തിയ ശേഷം പിന്നീട് വിവാഹത്തിലേക്ക് കടക്കുകയുമായിരുന്നു. ഷാർജയിലേക്ക് താമസം മാറിയതിന് പിന്നാലെ ഇയാളുടെ സ്വഭാവത്തിലടക്കം വലിയ മാറ്റം വന്നു എന്നുള്ളതാണ് അതുല്യ പറയുന്നത്. ഷാർജയിൽ സതീശൻ എന്നു പേരുള്ള ഒരു പുന്നാരമോൻ അവന്റെ ഭാര്യയായ അതുല്യയെ ഒരു മനുഷ്യജീവിയാണ് എന്ന് പോലും കണക്കാക്കാതെ ഉപദ്രവിച്ച് അവളുടെ പിറന്നാൾ ദിനത്തിൽ ഇല്ലാതെയാക്കി. വിഭജിക, നമ്മളങ്ങോട്ട് മറന്നില്ല ആ പേര്. ആ ഒരു നോവ് തീരുന്നതിന് മുമ്പ് തന്നെ ഷാർജയിൽ തന്നെ അടുത്തത്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വിഷയത്തിൽ നിങ്ങളോട് പറയാനുണ്ട്. പറ്റുമെങ്കിൽ ആർക്കെങ്കിലും ഇതാ പെൺകുട്ടിയുടെ വീട്ടുകാരിലേക്ക് ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ എത്തിക്കാൻ പറ്റിയാൽ അത്രയും നല്ലത്. ഒരു മദ്യപാനിയായി മാത്രമേ സതീശനെ ഒരുപാട് ആളുകൾക്ക് അറിയുള്ളൂ. എന്നാൽ അതിൻ്റെ അപ്പുറത്ത് എന്തെങ്കിലും അവനുണ്ടോ? അതാണ് എൻ്റെ ചോദ്യം. ഞാൻ ആ ചോദ്യം ഉന്നയിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്, ഒരുപാട്. എന്തായാലും നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും മെയിൻ സ്ട്രീം ചാനലുകൾ വഴി ഈ ഒരു വാർത്ത ഇപ്പോൾ അറിഞ്ഞു കാണും. പക്ഷേ വാർത്തകളിൽ കാണിക്കാത്ത അല്ലെങ്കിൽ വാർത്തകളിൽ ചോദിക്കാത്ത പല ചോദ്യങ്ങളും എനിക്ക് ചോദിക്കാനുണ്ട്. എന്നാൽ മെയിൻ സ്ട്രീം ഒരു ചാനലിൽ വന്ന ഒരു വാർത്തയിൽ നിന്ന് തന്നെ ഞാൻ ഈ ഒരു വീഡിയോ തുടങ്ങുന്നുള്ളൂ. അതിനൊക്കെ മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. താഴത്തെ ഹൈപ്പ് വീഡിയോയിലും ഒന്ന് പ്രസ് ചെയ്യുക. ഇനി നമുക്കൊരു മെയിൻ സ്ട്രീം ചാനലിൽ വന്ന ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട വാർത്തയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഷാർജയിൽ മലയാളി യുവതിയെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊല്ലം തേവലക്കര സ്വദേശി അതുല്യ ശേഖറാണ് മരിച്ചത്. ഭർത്താവ് ഉപദ്രവിക്കുന്നതായി പോലീസിൽ പരാതി നൽകിയിരുന്നുവെന്ന് ബന്ധുക്കൾ പറഞ്ഞു. എസ് രഞ്ജിത്ത് നമുക്കൊപ്പം. എസ് രഞ്ജിത്ത്, ഷാർജയിൽ അതുല്യയുടെ മരണം എപ്പോഴാണ് സ്ഥിരീകരിച്ചത്? ഭർത്താവ് പുറത്തേക്ക് പോയിരുന്നോ? എന്താണ് ഇവിടെ സംഭവിച്ചത്? ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇന്ന് രാവിലെയോടുകൂടിയാണ് അതുല്യയുടെ മരണം സ്ഥിരീകരിച്ചത്. ഇന്നലെ ഭർത്താവുമായി വഴക്കുണ്ടായി എന്നാണ്, അതുല്യയും ഭർത്താവ് സതീഷും തമ്മിൽ വഴക്കുണ്ടായി എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. അതിന് പിന്നാലെ ഈ സുഹൃത്തുക്കൾക്കൊപ്പം സതീഷ് അജ്മാനിലേക്ക് പോയി. തനിക്ക് രാത്രി സുഹൃത്തുക്കൾക്കൊപ്പം പാർട്ടി ഉണ്ട് എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോവുകയായിരുന്നു. അതിനുശേഷം സതീഷ് ഇന്ന് പുലർച്ചയോടുകൂടിയാണ് തിരിച്ചെത്തിയത്. ഇവർ താമസിക്കുന്നത് ഷാർജയിലെ റോളയിലാണ്. അവിടെ ഒരു ഫ്ളാറ്റിലാണ് താമസിക്കുന്നത്. ഫ്ളാറ്റിലാണ് ഇന്ന് രാവിലെ തൂങ്ങി മരിച്ച നിലയിൽ അതുല്യ ശേഖരനെ കണ്ടെത്തിയത്. ഭർത്താവ് മദ്യപിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഓക്കെ, ഇത്രയും നിങ്ങൾ കേട്ടല്ലോ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതിൽ ഒന്നാമത്തത്, ആ പെൺകുട്ടി ഇവനുമായിട്ട് മുമ്പ് തൊട്ടേ ഏകദേശം 1.5 കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഈ സതീശൻ എന്ന് പറയുന്ന പുന്നാരമോൻ ആ ഒരു ഭാര്യയായ അതുല്യയെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത്. ഫസ്റ്റ് ദുബായിലായിരുന്നു, അതിനുശേഷം ഇവർ ഇപ്പോൾ ഷാർജയിലാണ്. ഈ 1.5 കൊല്ലവും ഇവൻ ജോലിക്ക് പോകുമ്പോൾ ഈ പെൺകുട്ടിയെ വീടിനകത്ത് ഫ്ലാറ്റിനകത്തിട്ട് പൂട്ടിയിട്ടാണ് ഇവൻ പൊക്കോണ്ടിരുന്നത്. അതൊന്നാമത്തെ കാര്യം. പിന്നെ ഇവൻ അന്ന് രാത്രിയിൽ, നിങ്ങൾ ഈ വീഡിയോ ചിലപ്പോൾ ശനിയാഴ്ച അർദ്ധരാത്രിയിലായിരിക്കും കാണുന്നത്, ചിലപ്പോൾ ഞായറാഴ്ച രാവിലെ ആയിരിക്കും എൻ്റെ ഈ ഒരു വീഡിയോ കാണുന്നത്. എന്തായാലും ഈ പെൺകുട്ടിയും ഇവനും വഴക്കുണ്ടാവുന്നത് വെള്ളിയാഴ്ച രാത്രിയിൽ. ശനിയാഴ്ച ഈ പെൺകുട്ടിയുടെ പിറന്നാളാണ് എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. വെള്ളിയാഴ്ച രാത്രിയിൽ വഴക്കുണ്ടാക്കി ഇവൻ പോകുന്നു. അതിനുശേഷം ഇവൻ ശനിയാഴ്ച വെളുപ്പിനെയാണ് തിരിച്ചു വരുന്നത്. ഇവൻ മിക്ക ദിവസവും മദ്യം കഴിക്കുന്ന ഒരാളാണ്. ഓക്കെ, മദ്യം കഴിക്കുന്നതൊക്കെ. ഇവൻ ഷാർജയിൽ നിന്ന് അജ്മാൻ പോയി അന്ന് രാത്രിയിൽ. എന്നിട്ട് വെളുപ്പിനെ, ഓർക്കണം, ശനിയാഴ്ച രാവിലെ വെളുപ്പിനെ 8 മണിക്കോ 9 മണിക്കോ ഒന്നുമല്ല, വെളുപ്പിനെ ഇവൻ വീട്ടിലെത്തി. ഇത്രയും മദ്യം കഴിക്കുന്ന ഒരാൾ അവൻ രാത്രിയിൽ ഒരു പാർട്ടിക്ക് പോയാൽ കഴിച്ച് അവിടെ കിടന്ന് ഉറങ്ങി ഒന്ന് എണീറ്റാൽ, ഞാനും വല്ലപ്പോഴും കഴിക്കുന്ന ഒരാളാണ്. നമ്മൾ അത്യാവശ്യം നന്നായിട്ട് കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങിപ്പോവും. നമ്മൾ കുറച്ച് താമസിക്കും എണീക്കാൻ. ഇവൻ ഉറങ്ങിയെങ്കിൽ ഇവൻ ലേറ്റായേ വരൂ. ഇവൻ വെളുപ്പിനെ തന്നെ ഈ ഫ്ലാറ്റിലേക്ക് എത്തി. അത്രയും മദ്യം മാത്രം കഴിച്ചിരിക്കുന്ന ഒരാൾക്ക് രാത്രിയിലത്തെ പാർട്ടിയും കഴിഞ്ഞ് രാവിലെ വെളുപ്പിനെ എത്താൻ കഴിയുമോ വീട്ടിലേക്ക്? എൻ്റെ ആദ്യത്തെ സംശയം. ഒരിക്കലുമില്ല. സോ മദ്യം മാത്രമായിരുന്നു ഇവൻ്റെ അകത്തുണ്ടായിരുന്നത്. ഇപ്പോൾ കുറേ ആളുകൾ പറയുമായിരിക്കും ദുബായ് ആണ്, അവിടെ പല പരിപാടികളും പറ്റില്ല. ഒന്നുമല്ല, എനിക്ക് പലതിൻ്റെ പേര് പറയാൻ പറ്റില്ല. യൂട്യൂബാണ്, പണി കിട്ടും അതുകൊണ്ട്. പക്ഷേ ദുബായ് അത് ചെറിയൊരു രാജ്യമല്ല. ഞാൻ വർഷങ്ങളോളം ഉണ്ടായിരുന്നൊരു സ്ഥലമാണ് അബുദാബി, ഷാർജ, ദുബായിൽ തന്നെ പല സ്ഥലത്ത്, ദേറ, കരാമ, ബുർജുമാൻ, അൽനാദ, ഇവിടെയൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. എനിക്കറിയാം ദുബായിയെ, എനിക്കത് എല്ലാ കോൺഫിഡൻസും, എൻ്റെ ഫുൾ കോൺഫിഡൻസോടെ എനിക്ക് പറയാം. അത് ഞാൻ ഉണ്ടായിരുന്നൊരു സ്ഥലമാണ്. എനിക്കറിയാം ദുബായിയെ. ദുബായിൽ പലതും നടക്കും, പലതും പറഞ്ഞ് കേട്ടിട്ടുണ്ട്, പലതും കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. അവൻ്റെ കുടുംബക്കാർ അല്ലെങ്കിൽ ഈ പെൺകുട്ടിയുടെ കുടുംബക്കാർ, നിങ്ങൾ മുന്നോട്ട് വന്ന്, ഇവനൊരു മദ്യപാനി മാത്രമായിരുന്നോ, ഇവൻ ഇപ്പം
വാർത്തകൾ വഴി അറിയുന്നത് ആ പെൺകുട്ടി ഇവൻ രാത്രിയിൽ പോയി രാവിലെ ഇവൻ വന്നപ്പോഴത്തേക്ക് ഈ പെൺകുട്ടി തൂങ്ങി നിൽക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ അറിയുന്നത്. പക്ഷേ എനിക്കത് കംപ്ലീറ്റ്ലി വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ പെൺകുട്ടിയുടെ വീട്ടുകാരാണെങ്കിലും അത് വിശ്വസിക്കുന്നില്ല. കാരണം ആ വീട്ടുകാരോട് തന്നെ അവൾ പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും വീട്ടുകാർക്കും ഒക്കെ അറിയായിരുന്നു ഇവൻ ഉപദ്രവിക്കുന്ന കാര്യങ്ങൾ, ഒരിക്കലും പക്ഷെ ഒരു ആത്മഹത്യയിലേക്ക് പോയില്ല എന്ന് അവൾ വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരാൾ അവളുടെ ബർത്ത്ഡേ ദിനത്തിൽ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവൻ തന്നെ ചെയ്തതായിരിക്കും വേറെ എന്തിൻ്റെയെങ്കിലും പുറത്ത്. അതാണ് ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. പിന്നെ അവൻ അന്നത്തെ രാത്രിയിൽ മൊത്തവും ഉറങ്ങാതെ അങ്ങോട്ട് പോയി തിരിച്ച് രാവിലെ വന്നെങ്കിൽ ഒരിക്കലും ആൽക്കഹോളിൻ്റെ പുറത്തത് പറ്റില്ല. സംതിങ് എക്സ്ട്രീം, അതിൻ്റെ അപ്പുറത്തെ സാധനങ്ങൾ, അതാണ് അവനെ അന്ന് രാത്രിയിൽ മൊത്തവും ഓടിച്ചത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെയും കുറേ കാര്യങ്ങളുണ്ട്. അതിന് മുമ്പ് ആ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് മുമ്പ്, നിങ്ങളോട് പറയുന്നതിന് മുമ്പ് ബാക്കി വാർത്തയും കൂടെ നമുക്കൊന്ന് കേൾക്കാം എന്ന ബന്ധുക്കൾ പറയുകയാണ്. ഇക്കാര്യത്തിൽ പരാതിയടക്കം നൽകിയതാണ്. ഷാർജയിലെ ഫ്ളാറ്റിലാണ് ഈ പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇവർ നേരത്തെ ദുബായിലായിരുന്നു. ദുബായിൽ നിന്ന് ഷാർജയിലേക്ക് എത്തി നാളെ ഒരു പുതിയ ജോലിക്ക് കയറാനൊക്കെ കാത്തിരിക്കുകയായിരുന്നു അതുല്യ സതീഷ് എന്നാണ് ബന്ധുക്കളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. തൂങ്ങി മരിച്ച നിലയിൽ അതുല്യയുടെ മൃതദേഹം കണ്ടെത്തുന്ന സാഹചര്യമാണ്. മദ്യപിച്ച പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്, പീഡിപ്പിച്ചിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ യുവതിയുടെ കുടുംബമടക്കം പോലീസിലും അറിയിച്ചതാണ്. രഞ്ജിത്ത് നമുക്കൊപ്പം. രഞ്ജിത്ത്, ക്രൂരമായി തന്നെ അതുല്യയെ ഭർത്താവ് ഉപദ്രവിച്ചിരുന്നു എന്നതാണോ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അതെ, നിലവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ക്രൂരമായി ഭർത്താവ് അതുല്യയെ മർദ്ദിച്ചിരുന്നു എന്ന വിവരമാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്നത്. അവരുടെ അതുല്യയുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അത്തരത്തിലുള്ള ആരോപണമാണ് ഉന്നയിക്കുന്നത്. ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ടല്ലോ കുടുംബക്കാരും സുഹൃത്തുക്കളും ഒക്കെ. നിങ്ങൾക്ക് ഇത് അറിയാമെങ്കിൽ പിന്നെ എന്തിനാണ് അതുപോലുള്ളൊരു പരനാറിയുടെ ഈ പെൺകുട്ടിയെ നിർത്തിക്കൊണ്ടിരുന്നത്? ഈ പെൺകുട്ടിയുടെ പെങ്ങളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു, അനിയത്തിയൊക്കെ വിളിച്ചുകൊണ്ട് പോകാമായിരുന്നല്ലോ. എന്തിന്? ആ പെൺകുട്ടി വീട്ടുകാരോടും എല്ലാം പറയുന്നുണ്ടായിരുന്നു. നമുക്ക് മനസ്സിലാക്കാം, ആ പെൺകുട്ടി ഒരു കുഞ്ഞുണ്ട്, അവരുടെ കൂടല്ല, നാട്ടിലാണ്. ആ കുഞ്ഞിന് വേണ്ടി ആയിരിക്കാം പക്ഷെ അവിടെ പിടിച്ചു കടിച്ച് നിന്നത്. പക്ഷെ ഇത്രയും ഒരു ഭ്രാന്തനായിരുന്നു അവനെങ്കിൽ കുടുംബക്കാരെല്ലാം അറിയാമായിരുന്നല്ലോ. അതിനെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവരായിരുന്നല്ലോ. നാട്ടിൽ കേസുണ്ടായിരുന്നു, അതൊക്കെ അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ വേറെ കുറേ ആളുകൾ സംസാരിക്കുന്നുണ്ട്. ഞാനതെല്ലാം നിങ്ങളെ കേൾപ്പിക്കാം. ഒരുപാട് കേസുകൾ ഇവനെതിരെ കേസ് കൊടുത്തു. അതിനകത്തു നിന്നൊക്കെ ഗാർഹിക പീഡനത്തിനൊക്കെ കേസുണ്ടായിരുന്നു. അതൊക്കെ ഒത്തുതീർപ്പാക്കിയതാണ്. ഇവൻ ഇനിയൊന്നും ചെയ്യില്ല എന്നും പറഞ്ഞാണ് ഇവൻ ഈ പെൺകുട്ടിയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്. ഇങ്ങനെയുള്ള ഒരുത്തൻ്റെ കൂടെ എന്തിന് സ്വന്തം മകളെ? ഞാൻ വീണ്ടും പറയുന്നു, ഈ വീഡിയോ പറ്റുമെങ്കിൽ ഈ പെൺകുട്ടികളുള്ള അച്ഛനമ്മമാർ നിങ്ങൾ കണ്ടിരിക്കണം. നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, നിങ്ങളുടെ മക്കളെ നാളെ നിങ്ങൾ കല്യാണം കഴിച്ച് വിട്ടാൽ എന്തെങ്കിലും ഒരു കുഞ്ഞു പ്രശ്നമാണെങ്കിലും മതി, ആ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ പോലെ അവിടെ സഹിച്ച് നിൽക്കണമെന്ന് പറയരുതേ. കാരണം ഇപ്പോഴത്തെ ഒരുത്തരെ നമുക്ക് നമ്പാൻ പറ്റത്തില്ല. ഒരുത്തനെ പറയുന്ന മനസ്സിലാക്ക്. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കുട്ടികൾ പറയുന്നുണ്ടെങ്കിൽ വിളിച്ച് വീട്ടിൽ കൊണ്ടുപോവാ, പോട്ടെന്ന് പറ. അറ്റ്ലീസ്റ്റ് ജീവനോടെ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ കാണാമല്ലോ. അത്രേ ആലോചിച്ചാൽ മതി. നാട്ടുകാർ മാങ്ങാരൊന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ നിങ്ങളുടെ മക്കളെ നോക്കണം, അവരുടെ ജീവന് വാല്യൂ കൊടുക്കണം. നാട്ടുകാരെയും കുടുംബക്കാരെ നോക്കരുത് പ്ലീസ്. ബാക്കി നമുക്ക് കാണാം. അതേസമയം നമുക്ക് ഈ ഭർത്താവിന്റെയോ അല്ലെങ്കിൽ ഭർത്താവിന്റെ ബന്ധുക്കളുടെയോ പ്രതികരണം ലഭ്യമായിട്ടില്ല. അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ളത് ഈ അതുല്യയുടെ സുഹൃത്തുക്കളുടെ പ്രതികരണം മാത്രമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അതിൽ അവർ പറയുന്നത് നിരന്തരമായി അതുല്യയെ ഭർത്താവ് ഉപദ്രവിച്ചിരുന്നു, അല്ലെങ്കിൽ സ്ഥിരം മദ്യപിക്കുന്ന ആളാണ്, മദ്യപിച്ച് വന്ന് സ്ഥിരമായി ഉപദ്രവിക്കുന്ന ആളാണ് എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് നിലനിൽക്കുന്നത്. നേരത്തെ ഇത് സംബന്ധിച്ച പരാതിയൊക്കെ നൽകിയിരുന്നു. കുടുംബാംഗങ്ങൾക്കും ഇത് സംബന്ധിച്ച ഇരു കുടുംബാംഗങ്ങൾക്കും കാര്യം അറിയാമായിരുന്നു. പാടുകളടക്കം, ഈ മർദ്ദനത്തിൽ പരിക്കേറ്റ പാടുകളടക്കം അതുല്യ അതിന്റെ ദൃശ്യങ്ങൾ, ചിത്രങ്ങളൊക്കെ ബന്ധുക്കളെ അറിയിച്ചിരുന്നു. എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനായിട്ടുള്ള ഒരു കാത്തിരിപ്പ് കൂടി ആ പെൺകുട്ടി നടത്തിയിരുന്നു എന്ന് വേണ്ടി മനസ്സിലാക്കാൻ. ഇന്നലെ രാത്രിയിൽ അവിടെ എന്താണ് നടന്നത് രഞ്ജിത്ത്? അത് തീർച്ചയായും സുജയപാർവതി അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഈ കാര്യങ്ങളൊക്കെ വീട്ടുകാരെ അറിയിച്ചിരുന്നു. ഈ നേരിട്ട പീഡനങ്ങൾ, അതിന്റെ ചിത്രങ്ങളൊക്കെ അവർ സൂക്ഷിക്കുകയും അത് ഈ ബന്ധുക്കളെ അറിയിക്കുകയും ചെയ്തിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്ക് ബന്ധുക്കളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇന്നലെ രാത്രി അതുല്യയും അതുപോലെ തന്നെ ഭർത്താവും തമ്മിൽ ഏറെ നേരം വഴക്കും തർക്കവും ഒക്കെ ഉണ്ടായി. ഇത് ഈ നിരന്തരം ഈ വഴക്കും തർക്കവും ഒക്കെ ഇവർ തമ്മിൽ പതിവാണ് എന്നാണ് ഈ അതുല്യയുടെ ബന്ധുക്കൾ പറയുന്നത്. അപ്പോൾ ഇന്നലെയും ഇതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉണ്ടായി. ഈ തർക്കങ്ങൾക്ക് പിന്നാലെയാണ് ഈ ഭർത്താവ് ഈ സുഹൃത്തുക്കൾക്കൊപ്പം അജ്മാനിലേക്ക് പോകുന്നത്. ഈ അജ്മാനിലേക്ക് പോകുമ്പോൾ പറഞ്ഞത്, ഞാൻ വരുമ്പോൾ പുലർച്ചെയാകും, എനിക്ക് സുഹൃത്തുക്കൾക്കൊപ്പം ഇന്ന് പാർട്ടി ഉണ്ട് എന്ന് പറഞ്ഞാണ് പോകുന്നത്. ഈ പോകുമ്പോൾ തന്നെ ഇവർ തമ്മിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങളൊക്കെ ഉണ്ടായ ശേഷമാണ് പോകുന്നത്. അതിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പുലർച്ചയോടുകൂടി മാത്രമാണ് ഇയാൾ തിരിച്ച് എത്തുന്നത്. ഈ തിരിച്ചെത്തുമ്പോഴാണ് ഈ അതുല്യയെ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത്. അതാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ. അതായത് ഭർത്താവിന്റെ പീഡനങ്ങൾ എത്രമാത്രമാണ് ആ പെൺകുട്ടി നേരിട്ടിരുന്നത് എന്നത് അവർ വ്യക്തമാക്കുകയാണ്. നേരത്തെ ദുബായിലും സമാനമായ രീതിയിൽ ഇവരോട് ഭർത്താവ് ഇങ്ങനെ പെരുമാറുകയായിരുന്നു. അങ്ങനെയാണെങ്കിൽ അതുല്യ എന്തുകൊണ്ടാണ് ബന്ധുക്കളുടെ അടുത്തേക്ക് പോകാതെ അവിടെ തുടർന്നത് എന്ന ഒരു ചോദ്യം കൂടി നിൽക്കുകയാണ്. ബന്ധുക്കൾ ഈ വിഷയങ്ങൾ അറിഞ്ഞിട്ടും എന്തുകൊണ്ട് ആ പെൺകുട്ടിയെ രക്ഷിക്കാനായി ശ്രമിച്ചില്ല രഞ്ജിത്ത്?
ആ പെൺകുട്ടി പോവാത്തതിന് കാരണം കാണും. ഒരു കുഞ്ഞു മകളുണ്ട് നാട്ടിൽ, ആ മകളെ ഓർത്തിട്ടായിരിക്കാം അവൾ പോകാഞ്ഞത്. പക്ഷെ കുടുംബക്കാർ, സ്വന്തം അനിയത്തിയൊക്കെ ഉണ്ടായിരുന്നല്ലോ, വിളിച്ചുകൊണ്ട് പോകാമായിരുന്നല്ലോ ആ പെണ്ണിനെ. പിന്നെ വേറൊരു കാര്യം, എല്ലാവരും വിശ്വസിച്ചോട്ടെ അവൻ രാത്രിയിൽ പോയി വെളുപ്പിനെ തിരിച്ചു വന്നപ്പം തൂങ്ങി നിന്നോന്ന്. എനിക്കങ്ങനെ കംപ്ലീറ്റ്ലി വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്ക് പറ്റുന്നില്ല. എന്തോ എൻ്റെ ഒരു ഇൻറ്റ്യൂഷൻ, ദർ ഈസ് സംതിങ് എൽസ് എന്നുള്ളൊരു തോട്ട് വരുന്നു. പിന്നെ പ്രത്യേകിച്ച് ആ പെൺകുട്ടി അവളുടെ വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഒരിക്കലും ഇങ്ങനെയുള്ളൊരു പരിപാടി ചെയ്യില്ല എന്നുള്ളത്. 30 വയസ്സല്ലേ ഉള്ളൂ, 30 വയസ്സേ ഉള്ളൂ. സോ അവൾ അങ്ങനെ, അത് മാത്രമല്ല, അത് വേറൊരു കാര്യം എന്താണെന്നറിയോ നിങ്ങൾക്ക്, ഞാൻ അതും കൊണ്ടും പറയാം, അതും കൂടെ ഞാനൊന്ന് ഇവിടെ തന്നെ എനിക്ക് പറഞ്ഞു പോകണം. 17-ാം വയസ്സിൽ ഈ പരനാറിയായിട്ട് കല്യാണം ഉറപ്പിച്ച് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതായിരുന്നു ഈ പെൺകുട്ടിയുടെ. എന്തിനാണ് ഇത്ര ധൃതി പിടിച്ച് ഒരുത്തനെ എൻഗേജ്മെൻറ്റും പരിപാടിയൊക്കെ ചെയ്ത് വെക്കുന്നത്? പ്രത്യേകിച്ച് എനിക്കത് മനസ്സിലാവുന്നില്ല. എന്തിന്? പെൺകുട്ടികൾ 10-25-ാമത്തെ വയസ്സിലോ അല്ലെങ്കിൽ 26-ാമത്തെ വയസ്സിലോ അവരുടെ എൻഗേജ്മെൻറ്റ് നടത്തി ഒരു 2-3 വർഷം കഴിഞ്ഞ് കല്യാണം കഴിപ്പിച്ചാൽ എന്തെങ്കിലും പറ്റുമോ? അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് മാതാപിതാക്കന്മാരെ, നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ ജീവനോടെ കാണാൻ പറ്റുമല്ലോ, അത്ര ആലോചിച്ചാൽ മതി. ഇന്ന് ഈ ഏജ് ഡിഫറൻസ് വലിയ പ്രശ്നമല്ല എന്ന് കുറേ പേര് പറയാറുണ്ട്. കുറേ പേരുടെ ഇടയ്ക്ക് ഏജ് ഡിഫറൻസ് വലിയ പ്രശ്നമായിരിക്കില്ല, പക്ഷേ കുറേ പേരുടെ ഇടയ്ക്ക് അത് പ്രശ്നമായിരിക്കാം. കാരണം ഒരു 10, 34, 35 വയസ്സുള്ളൊരു വ്യക്തി, അയാൾക്ക് ഒരു 18 വയസ്സുള്ളൊരു പെൺകുട്ടിയെ നിങ്ങൾ, അല്ലെങ്കിൽ 19 വയസ്സുള്ളൊരു പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ, ഞാൻ ഇവരുടെ കാര്യത്തിൽ അങ്ങനെയാണെന്നല്ല പറയുന്നത്, പക്ഷേ അങ്ങനെയാണെങ്കിൽ രണ്ടുപേരുടെയും ഭയങ്കര ഡിഫറൻസ് ആയിരിക്കും. ജീവിതശൈലി, മെൻറ്റാലിറ്റി. ചില ആളുടെ കേസിൽ അത് ഒരേപോലെ അങ്ങ് ഓടിപ്പോവും. ചിലപ്പം ഈ 34 വയസ്സുള്ള ഒരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, മനസ്സിലാക്കി പെരുമാറും. പക്ഷെ എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ, മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഇവരുടെ കേസിൽ നമുക്ക് ബാക്കി കുറച്ച് കാര്യങ്ങളും കൂടെ ഇനി കേൾക്കാനുണ്ട്, മെയിനായിട്ട് കുറച്ച് കാര്യങ്ങൾ. അതിന് മുമ്പ് ഈ ഒരു വീഡിയോ ക്ലിപ്പും കൂടെ നിങ്ങൾ കാണും, ഇതിനകത്ത് പറയുന്നതും കൂടെ കേൾക്കൂ, എന്നിട്ട് ഞാൻ ബാക്കി സംസാരിക്കാം. കുട്ടിയുടെ 17-ാമത്തെ വയസ്സിലാണ് സതീഷുമായുള്ള വിവാഹം ഉറപ്പിക്കുകയും നിശ്ചയമടക്കം നടത്തിയ ശേഷം പിന്നീട് വിവാഹത്തിലേക്ക് കടക്കുകയുമായിരുന്നു. പക്ഷേ ഇതിനുശേഷം എന്താണ് സംഭവിച്ചത് ഇവരുടെ ജീവിതത്തിൽ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഷാർജയിലേക്ക് താമസം മാറിയതിന് പിന്നാലെ ഇയാളുടെ സ്വഭാവത്തിലടക്കം വലിയ മാറ്റം വന്നു എന്നുള്ളതാണ് അതുല്യ പറയുന്നത്. ഷാർജയിലേക്ക് മാറിയതിന് ശേഷം അവൻ്റെ സ്വഭാവത്തിൽ മാറ്റം വന്നു. കേട്ടല്ലോ നിങ്ങൾ? ഇപ്പോൾ കുറേ പേര് പറയും വേറെന്തെങ്കിലും അഭീത പരിപാടി ഉള്ളതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇവൻ്റെ സ്വഭാവത്തിൽ. അങ്ങനെ ഞാൻ തള്ളിക്കളയുന്നില്ല. അങ്ങനെ ഈ മദ്യം 24 മണിക്കൂർ ഇതിൽ തന്നെ ജീവിക്കുമ്പോഴത്തേക്ക് ചേഞ്ച് വരും. ഇനി അതുമല്ല എങ്കിൽ വേറെ എന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഇവനുണ്ടായിരുന്നു, അത് തിരക്കണം. ഞാനത് വീണ്ടും പറയാനുള്ളൊരു കാര്യം, ഇവൻ്റെ ഒരു വീഡിയോ പുറത്ത് വന്നിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങളൊന്ന് കാണണം, ഞാൻ കാണിച്ചു തരാം. അതിൽ ഇവൻ്റെ ഒരു സ്വഭാവ രീതിയുണ്ട്, ഇവൻ ബിഹേവ് ചെയ്യുന്നൊരു രീതിയുണ്ട്. അത് കാണുമ്പോഴും പിന്നെ ഇവൻ ഈ രാത്രിയിൽ ഇത്രയും മദ്യപിക്കുന്ന ഒരുത്തൻ രാത്രി കൂട്ടുകാരൊത്ത് വണ്ടി ഓടിച്ച് അങ്ങോട്ട് പോയി വെളുപ്പിനെ അതേപോലെ തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്. ദുബായിൽ ഇറ്റ്സ് നോട്ട്, അല്ലെങ്കിൽ ഷാർജ ആച്ച്മാൻ വലിയ ദൂരമൊന്നുമില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും അത്രയും ഡ്രങ്കണാണെങ്കിൽ, ഒരു പാർട്ടിയൊക്കെ കഴിഞ്ഞ്, പ്രത്യേകിച്ച് ഇവൻ ഇവിടുന്ന് കഴിച്ചിട്ടായിരിക്കും പോകുന്നത്, പിന്നെ വെളുപ്പിന് എന്തായാലും മദ്യപിക്കുന്ന ആരാണെങ്കിലും ഉറങ്ങിയിട്ടൊക്കെ എണീറ്റ് വരുള്ളൂ. ഇവൻ അത്രയും ചീക്രം പിടിച്ച് തിരിച്ചു വരണമെങ്കിൽ അവൻ മദ്യമൊന്നും അവനെ ഏശി പോലും കാണത്തില്ല. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും അകത്തുണ്ടോ എന്ന് തിരക്കണം. ദുബായിയാണ്, നടക്കും. പിന്നെ ഈ കേസ് ഒരു കാരണവശാലും നാട്ടിലേക്ക് എത്തരുത്, ഇത് അവിടെ അന്വേഷിക്കണം. ഇത് എൻ്റെ ഒരു റിക്വസ്റ്റാണ്, പ്ലീസ്. നമ്മുടെ ഇവിടുത്തെ ഗവൺമെൻറ്റിനോ പോലീസിനോ എന്തെങ്കിലും അതിനകത്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക. ഇത് അവിടെ തന്നെ അന്വേഷിക്കണം. കാരണം ഇവനെ അവിടെ പൂട്ടണം. അവിടെ പൂട്ടിയാലേ ഇവന് നല്ല കനത്ത ശിക്ഷ കിട്ടും. അത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു മാങ്ങയും സംഭവിക്കാൻ പോകുന്നില്ല. അവിടെ കിട്ടണം ഇവന് പണി, അവിടെ കിട്ടാവൂ ഇവന് പണി. പുറം ലോകം കാണരുത്, വെട്ടിക്കളയണം ഈ സതീശൻ മോൻ്റെയൊക്കെ. ഇല്ലേ, നിങ്ങളതല്ലേ പറയത്തുള്ളൂ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല, അവിടെ വെച്ച് ചെയ്യണം. പാഠമായിരിക്കണം ഇതൊക്കെ ഓരോരുത്തന്മാർക്കും. ഇതുപോലുള്ള തെണ്ടിത്തരം വേണ്ടെങ്കിൽ വേണ്ടാന്ന് വെച്ച് പോവുകയാണ്. നിനക്ക് സംശയരോഗമാണെങ്കിൽ വേണ്ട മോളെ, നീ വിട്ടോ എന്ന് പറഞ്ഞു പോവുക. എന്തിനിങ്ങനെ? ഞാൻ ഇനിയും ഇവൻ്റെ കലാപരിപാടികൾ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് വേറെ ഒരു വ്യക്തിയും കൂടെ ഇവനെയും ആ ഒരു പെൺകുട്ടിയെയും പറ്റി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതും കൂടെ ഒന്നിച്ച് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. സതീഷിനെതിരെ ഗാർഹിക പീഡന കേസ് നിലവിലുണ്ടായിരുന്നു. ആവർത്തിക്കില്ലെന്ന് പറഞ്ഞ് മാപ്പെഴുതി കൊടുത്താണ് കേസ് പിൻവലിച്ചത്.
അതുല്യെ മുറിയിൽ പൂട്ടിയിടുമായിരുന്നുവെന്നും തേവലക്കര പഞ്ചായത്ത് അംഗം ബിന്ദുമോൾ പറഞ്ഞു. ആ പ്രതികരണത്തിൽ വിവാഹം കഴിഞ്ഞ നാള് തൊട്ടേ ഇങ്ങനെ ഗാർഹിക പീഡനം സതീശിൽ നിന്ന് സ്ഥിരമായി ഉണ്ടായിരുന്നു. ഇതിന്റെ പേരില് കോടതിയിൽ ഒരു ഗാർഹിക പീഡന കേസ് നിലവിലുണ്ടായിരുന്നു. പിന്നീട് ഇരു കൂട്ടരുടെയും വക്കീൽ ഇടപെട്ട് അതൊരു സമവായത്തിലെത്തിച്ച് ഇനി ഇത് ആവർത്തിക്കില്ല എന്ന രീതിയിൽ മാപ്പ് എഴുതി കൊടുത്ത് വിളിച്ചുകൊണ്ട് പോയതാണ് പിന്നീട് ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയത്. ഈ സതീശ് ജോലിക്ക് പോകുന്ന സമയത്ത് അതിന്റെ മുറിയിൽ പൂട്ടിയിട്ടിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. സതീശ് തിരിച്ചു വരുമ്പോഴാണ് പിന്നെ ഈ റൂം തുറന്ന് അകത്ത് കയറുന്നത്. ആ പെൺകുട്ടി ഷാർജയിൽ നല്ല ജീവിതമല്ലായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദുബായിലൊക്കെ നല്ല ജീവിതങ്ങളാണ്. പ്രത്യേകിച്ച് കല്യാണം കഴിച്ചൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പൊതുവേ അടിപൊളിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഇവിടെ ആ പെൺകുട്ടി നരക ജീവിതമായിരുന്നു. ആ പെൺകുട്ടിക്ക് അവിടെ ഒരു ജയിലിൽ കിടക്കുന്നത് പോലെ. ഒന്ന് ആലോചിച്ചാൽ നിങ്ങൾ, അവൻ ജോലിക്ക് പോകുമ്പോൾ പൂട്ടിയിട്ടിട്ട് പോവുക. ആ പെൺകുട്ടിക്ക് എനിക്ക് തോന്നുന്നു നാളെ പുതിയൊരു ജോലിക്ക് കയറാനുള്ള ദിവസമായിരുന്നു. ചിലപ്പോൾ ഇനി അതിൻ്റെ പേരൊക്കെ പറഞ്ഞായിരിക്കും വഴക്കുണ്ടാക്കിയത്. മനസ്സിലായില്ലേ? അവൻ പോകണ്ട എന്ന് പറഞ്ഞു കാണും. അവൾക്ക് ചിലപ്പം പോകണമെന്നുള്ളൊരു താല്പര്യമായിരുന്നായിരിക്കും ആ കുട്ടിക്ക്. കാരണം എത്രയാണെന്ന് പറഞ്ഞാൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഒരു ഫ്ലാറ്റിൽ തന്നെ അടഞ്ഞിരിക്കുക. ഇപ്പം വരുമ്പോൾ മാത്രമായിരിക്കും ഒന്ന് പുറത്തേക്ക് വല്ലതും ഇറങ്ങാൻ പറ്റുന്നത്. എന്ത് ജീവിതമായിരിക്കും ആ പെൺകുട്ടിയുടെ? ചിലപ്പം മടുത്തതായിരിക്കാം അവൾക്ക്. അങ്ങനെ അവൾ മടുത്ത് അവളായിട്ട് തന്നെ ചെയ്തതാണോ എനിക്ക് അറിയില്ല. എനിക്ക് നല്ല സംശയമുണ്ട് അതിനകത്ത്. എന്തായാലും ഇനി അങ്ങനെയാണെങ്കിൽ പോലും ഇവന് പണി കിട്ടണം. കാരണം ഒരു മാടിനോട് പെരുമാറുന്ന ഒരു മനുഷ്യജീവി എന്നല്ല, ഒരു ജീവിയോട്, നമ്മുടെ ഈ ലോകത്തുള്ള ഈ ഭൂലോകത്തുള്ള ഒരു ജീവിയോട് ചെയ്യാൻ പാടില്ലാത്തത്ര ക്രൂരതയല്ലേ അവനാ ചെയ്തത്. ഒരു മനുഷ്യനാണെന്നുള്ള പരിഗണനയും വിട്. ഏതെങ്കിലും ഒരു ജീവിയോട് ഇങ്ങനെ ചെയ്യാവോ? രാവിലെ പോകുമ്പോൾ പൂട്ടിയിടുക, വൈകിട്ട് അതിനെ കണ്ടില്ലേ അവൻ കാണിക്കുന്നതൊക്കെ? അവൻ്റെ ആ കാട്ടായൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത് വെറും ഒരു കള്ളിൻ്റെ പുറത്ത് മാത്രം ഏതെങ്കിലും ഒരുത്തം ചെയ്യുന്നത്? ചിലപ്പോൾ അതൊക്കെ കള്ളിൻ്റെ പുറത്തായിരിക്കാം. പക്ഷെ എന്നാലും എനിക്ക് അവൻ്റെ ഈ രാത്രിയിലുള്ള നോർമലായിട്ട് ചിലപ്പോൾ നമ്മളൊക്കെ പോകാൻ പറ്റും. നമുക്ക് ഉറക്കം ഒളിച്ച് നമുക്ക് വണ്ടിയൊക്കെ ഓടിക്കാം. പക്ഷേ നല്ല രീതിയിൽ കള്ള് കുടിച്ചിരിക്കുന്ന ഒരുത്തൻ പോയാൽ അവിടെയും ചെന്ന് കള്ള് കുടിച്ചാൽ അവിടെ കിടന്ന് ഉറങ്ങത്തല്ലേ ഉള്ളൂ ബേസിക്കലി. അല്ലാതെ തിരിച്ച് വെളുപ്പാങ്കാലത്ത് ആൽക്കഹോളിൽ അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മനസ്സിലായില്ലേ? ഇത് ആ പെൺകുട്ടിയുടെ വീട്ടുകാരും അറിയണം. അവർ കൂടുതലായിട്ട് ഇവൻ്റെ കാര്യത്തിൽ അന്വേഷണം വേണമെന്ന് ഷാർജ പോലീസിൽ അന്വേഷിച്ചാൽ അവരന്വേഷിക്കും. ഇവൻ്റെ അകത്ത് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് കണ്ടുപിടിച്ചാൽ നല്ല പണി ഇവന് കിട്ടണം. ഒരു കൊച്ചു കുഞ്ഞുണ്ട് നാട്ടിൽ. ഒന്ന് ആലോചിച്ച്, അതിന് ആരും ഇല്ലാതായി പോയില്ലേ? എന്തായാലും ഈ വിഷയത്തിൽ എനിക്ക് ഇങ്ങനെയുള്ള കുറച്ച് സംശയങ്ങളൊക്കെ തോന്നി. ഞാനത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പ്രിയപ്പെട്ടവരെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്കായി സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.